എൻ്റെ പേര് അനീഷ് മാത്യു. ഞാൻ അശോക് റിലയൻസിൻ്റെ മാർക്കറ്റിംഗ് മാനേജറാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ കുറച്ച് പൈപ്പിൻ്റെ പീസുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യമാണെങ്കിലും അറിയത്തില്ലാതെ, അതായത് ഞങ്ങളുടെ മാർക്കറ്റിംഗ് മാനേജേഴ്സിനോട് ഫോൺ കോൾ വഴി ചില പ്ലംബേഴ്സും ഡീലേഴ്സൊക്കെ വിളിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ചെറിയൊരു വ്യാഖ്യാനം എന്ന രീതിയിൽ ഇതിനെ കണ്ടാൽ മതി. അതായത് നിങ്ങൾക്ക് അറിയാം, ഇത് PPR പൈപ്പാണ്, ഇത് ASTM പൈപ്പാണ്, അത് AG പൈപ്പാണ്, ഇത് PVC പൈപ്പാണ്, ഇത് CPVC പൈപ്പാണ്, ഇത് കോളം പൈപ്പാണ്, ഇത് HV പൈപ്പാണ്. അതായത് ചിലർ നമ്മൾ ചോദിക്കാറുണ്ട്, ഈ അഗ്രി പൈപ്പും ഈ AG പൈപ്പും തമ്മിൽ എന്താ വ്യത്യാസം, ഈ AG പൈപ്പ് എന്തിനാണ് ഇടുന്നത്, ഫുള്ള് അഗ്രി പൈപ്പ് ഇട്ടാൽ പോരെയെന്ന്. അതായത് ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ എന്തിനും, അതായത് കുടിവെള്ളത്തിനായാലും കാർഷിക പ്രവർത്തനങ്ങൾക്കായാലും ഫുള്ള് നമ്മൾ ഇടുന്നത് അഗ്രി പൈപ്പാണ്. ശരിക്കും നമ്മൾ കുടിവെള്ളത്തിനിടേണ്ട പൈപ്പ് എന്ന് പറയുന്നത് AG പൈപ്പാണ്. ശരിക്കും കുടിവെള്ളത്തിനിടേണ്ട പൈപ്പ് അതായത് AG പൈപ്പാണ്. ഇപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ, അങ്ങനത്തെ ഈ പറഞ്ഞ വലിയ പ്രോജക്റ്റുകൾ, പിന്നെ എബ്രോഡ് എല്ലാം ഇങ്ങനത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PPR പറയുന്നത് പറയുന്നത് അറിയാം, മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. ചൂടുവെള്ളവും ഒരു പരിധി വരെ ചൂടുവെള്ളവും തണുത്തോളവും ഇതിനകത്ത് നമുക്ക് പാസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് PPR പൈപ്പിൻ്റെ ഫിറ്റിങ്സുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. AG പൈപ്പും അവൈലബിൾ ആണ്. PVC എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാർഷികർക്ക് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ CPVC പൈപ്പ് അറിയാമല്ലോ, ചൂടുവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. STR11, STR9, STR 30.5 നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കോളം പൈപ്പ് ആൻഡ് HDP പൈപ്പ്. കോളം പൈപ്പ് അറിയാവുന്നതാണ്, കൊള്ളക്കണ്ണുകൾ യൂസ് ചെയ്യുന്ന. HDP പൈപ്പ് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു അവയർനെസ്, ഇങ്ങനെ പല രീതിയിലുള്ള പൈപ്പുകൾ സുപ്രീം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ചെറിയൊരു അവയർനെസ് തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. താങ്ക് യു.